എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് SIRൽ നിന്ന് പുറത്തായവർക്ക് പുതിയ വോട്ടറായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സമയപരിധി എന്ന് പറയുന്നത് ജനുവരി 22 വരെയാണ് വരുന്നത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. SIR കരട് വോട്ടർ പട്ടിക സംബന്ധിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ജനുവരി 22 വരെ എതിർപ്പുകളും ആക്ഷേപങ്ങളും ഉന്നയിക്കുവാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. ഫെബ്രുവരി 14 വരെ ഹിയറിങ്ങുകളും പരിശോധനകളും നടക്കുന്നതാണ്. പരാതികളിൽ വിശദമായിട്ടുള്ള വാദം കേട്ട് തെറ്റുകൾ തിരുത്തിയതിനു ശേഷം ഫെബ്രുവരി 21-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. പട്ടികയിൽ നിന്ന് പുറത്തായവർ പുതിയ വോട്ടറായതുകൊണ്ട് അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷ നൽകേണ്ടത് ഫോം 6 വഴിയാണ്. ഇവർക്ക് പുതിയ വോട്ടർ നമ്പറാണ് ലഭിക്കുന്നത്. നേരത്തെ വോട്ട് ചെയ്ത് വന്നവരാണ് എങ്കിലും ഇനി മുതൽ പുതിയ നമ്പറാണ് ലഭിക്കുന്നത്. ആകെയുള്ള 2.78 കോടി വോട്ടർമാരിൽ നിന്ന് 24,08,503 വോട്ടർമാർ പട്ടികയ്ക്ക് പുറത്താണ്. കരട് പട്ടികയുടെ വിശദാംശങ്ങൾ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പേര് പുതുതായിട്ട് ചേർക്കുവാനുള്ള ഫോമിനോടൊപ്പം തന്നെ അനുബന്ധ രേഖകൾ സമർപ്പിച്ച് പട്ടികയിൽ ഇടം നേടാവുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.